നിഖിലുണ്ട് എനിക്കിപ്പം നമ്മുടെ ഹലോ മലയാളത്തിൽ. നിഖിലേ, ഒന്നും പറയല്ലേ നിഖിലേ, ഭയങ്കര രസമുണ്ട് കേട്ടോ. നമുക്ക് കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും മനോഹരമായ കാഴ്ചകൾ. സേതു ഏതായാലും അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ്. സേതുവിനെ ഞങ്ങൾ കണ്ണൂർ ബ്യൂറോ കണ്ണൂരിലേക്കും കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കും ഒക്കെ ക്ഷണിക്കുകയാണ്. സമയം കിട്ടുമ്പോൾ ഇങ്ങൊക്കെ ഒന്ന് വന്ന് അതൊക്കെ കണ്ടിട്ട് പോവാം. ഈ പറഞ്ഞതുപോലെ അവിടെ ആ കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ ഏറ്റവും സേഫായിട്ടുള്ളൊരു സ്ഥലം എന്ന രീതിയിലാണ് ഈ കാരക്കുണ്ട് ശ്രദ്ധ നേടുന്നത് എന്നുള്ളതാണ്. കാരണം വലിയ ആഴമോ അങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമോ ഒന്നും ഇല്ലാത്ത ഇടമായതുകൊണ്ട് തന്നെ സേഫായി ആർക്കും ഇറങ്ങാവുന്ന ഒരു സ്ഥലമാണ്. ആ തുടക്കത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ആ സ്റ്റോറിയിൽ പറയുന്നത് പോലെ ഇതൊരു കരിങ്കൽ ക്വാറി, അത് നേരത്തെ അവിടെ പ്രവർത്തിച്ചിരുന്ന കരിങ്കൽ ക്വാറി ഉപേക്ഷിച്ച് പോയതിന് ശേഷമാണ് ഇങ്ങനൊരു വെള്ളച്ചാട്ടം അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഈ കല്ല് താഴേക്ക് പതിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരും അങ്ങനെ സന്ദർശകരെ അവിടേക്ക് അനുവദിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി സേഫായൊരു സാഹചര്യത്തിലേക്ക് മാറിയതോടുകൂടിയാണ് ഈ പറഞ്ഞതുപോലെ അവധി ദിവസങ്ങളിൽ 500-ലേറെ ആളുകൾ അവിടേക്ക് എത്തുന്നതൊക്കെ ഉള്ള ഒരവസ്ഥയിലേക്ക് അത് മാറിയത്. ഇനിയും വലിയ വികസന സാധ്യതയുള്ള കണ്ണൂരിലെ ഒരു ടൂറിസം സ്പോട്ടാണ്. മാത്രമല്ല നമ്മൾ ആ സ്റ്റോറിയിൽ പറയുന്നത് പോലെ മഴക്കാലത്ത് മാത്രം കാണാവുന്ന ഒരു ദൃശ്യം. ഇത്ര ഭംഗിയോടുകൂടി അതിനെ കാണണമെങ്കിൽ മഴക്കാലത്ത് തന്നെ അവിടേക്ക് പോകണം എന്നുള്ളതാണ്. ഏതായാലും ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. സുരക്ഷിതമായ സ്ഥലമാണ് എന്നതുണ്ട്. മാത്രമല്ല അവിടെ എത്തുന്ന കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷത്തോടുകൂടി പിന്നീട് അവരവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി രക്ഷിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടുന്ന അവസ്ഥ. അങ്ങനെ ഒരു അത്രത്തോളം സുന്ദരമായ ആരെയും പിടിച്ചു നിർത്തുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങളിത് അവിടെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ തന്നെ ഒരു ഫാമിലി അവിടെ വന്നിരുന്നു. അപ്പോൾ അവരുടെ കൂടെയുള്ള കുട്ടി അങ്ങോട്ട് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞ് കുട്ടി കളിക്കുന്നതൊക്കെ കണ്ട് ഒരു ആവേശം കയറിയപ്പോൾ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ അച്ഛൻ ആ മലമുകളിലേക്കൊക്കെ ആ കല്ലുകൾക്കിടയിലേക്കൊക്കെ കയറി നിന്നു. അപ്പോഴും മാറി നിന്ന് ഇറങ്ങണോ വേണ്ടയോ എന്ന് കരുതി മാറി നിന്നിരുന്ന ഈ കുട്ടിയുടെ അമ്മ, അവർ പോലും ആവേശത്തോടു കൂടി പിന്നീട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ചു വരാൻ മടിച്ചു നിൽക്കുകയും കുറച്ച് സമയം കൂടി കഴിഞ്ഞ് പോകാമെന്ന് പറയുകയും ചെയ്യുന്ന അങ്ങനെ ഒരു സുന്ദരമായ കാഴ്ച നൽകുന്ന, സുന്ദരമായ അനുഭവം നൽകുന്ന ഒരു ഇടം തന്നെയാണ്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ ഈ മഴക്കാലത്ത് സജീവമാകുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. നമുക്ക് ഒരുപക്ഷെ ഹിഡൻ സ്പോട്ടുകൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ, ആർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരക്കുണ്ട്. സ്വാഭാവികമായും ഒരുപാട് വികസന സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉണ്ട്. കാരണം ഒരു ഇടവഴിയിലൂടെ നടന്നാണ് ആ പരിസരത്തേക്ക് പോകേണ്ടത്. മാത്രമല്ല ഈ ഹൈവേയിൽ നിന്ന് കുറച്ച് മാറിയുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വലിയ വികസന സാധ്യതയുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയായി മാറുകയാണത്. തീർച്ചയായും നിഖിൽ, അപ്പം ഈ പറഞ്ഞ പോലെ കണ്ണൂരിൽ ഇനിയുള്ള ബാക്കി നല്ല മനോഹരമായ ഹിഡൻ സ്പോട്ടുകളും കൂടെയൊക്കെ പോരട്ടെ നമ്മുടെ സംഗതി സൂപ്പറായിലേക്ക്. കാരക്കുണ്ട് എന്താണെങ്കിലും അടിപൊളിയാണ്, കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് ഒരിക്കൽ കാണുമ്പോൾ തന്നെ അവിടേക്ക് പോകാനൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു സ്ഥലവും പിന്നെ ഭയങ്കര സേഫാണ് തോന്നുന്നു. ആ വെള്ളച്ചാട്ടമേ നമുക്ക് വലിയ ആഴവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സേഫായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടവും ഭയങ്കര രസമാണ്. അങ്ങനെ ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ, ആ പച്ചപ്പും ഹരിതാപയൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സ്ഥലം. ഓക്കെ.